ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റ് കാർട്ടോഗ്രഫി. അപ്പം നമ്മളിന്ന് അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് പറയാൻ പോവുകയാണ്. അപ്പം തന്നെ നമുക്ക് തോറിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. അപ്പം നമുക്ക് തോറിനോട് പറ്റിയുള്ളൊരു വീഡിയോ കാണാം. അത് നിങ്ങൾക്കെല്ലാം വ്യക്തമാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ തോർ എന്ന് പറയുന്നത് ഒരു ഗോഡാണ്. അപ്പോൾ തോറിന് ഡോക്ടർ ഡൂമിന് ഈസിയായിട്ട് കൊല്ലാൻ പറ്റേണ്ടതാണ്. പക്ഷേ ഡോക്ടർ ഡൂമിനെ തോറിന് പോലും ഒന്ന് ടച്ച് പോലും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടതുപോലെ തന്നെ ഡോക്ടർ ഡൂം ജസ്റ്റ് തോറിൻ്റെ മ്യോൺജ്ലെയറിനെ പിടിച്ചു. പക്ഷേ താനോസിൻ്റെ ഫൈറ്റിൽ നമ്മൾ കണ്ടപ്പോൾ താനോസിന് ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് പോലും താനോസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല തോറിൻ്റെ അതിനെ. ബട്ട് ഡോക്ടർ ഡൂം ഭയങ്കര ശക്തിശാലിയാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഡോക്ടർ ഡൂം സിമ്പിളായിട്ടാണ് അത് ക്യാച്ച് ചെയ്തത്. ഇത്രയും പെർഫെക്ഷനോടെ ക്യാച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ഡോക്ടർ ഡൂമിന് അത്രയും പവറുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ ഡൂം സാധാ ഒരു മനുഷ്യനല്ല. അതോടൊപ്പം ഡോക്ടർ ഡൂമിന് ഒരു കഥയുണ്ട്. ഡോക്ടർ ഡൂം പണ്ട് ഒരു അയൺമാൻ ആയിരുന്നു. അപ്പം ഡോക്ടർ ഡൂമിൻ്റെ യൂണിവേഴ്സിലുള്ളവർ മരിച്ചുപോയി. മീൻസ് അവഞ്ചേഴ്സ് എല്ലാവരും മരിച്ചുപോയി. അങ്ങനെ ഡോക്ടർ ഡൂമിനെ ട്രോമ അടിച്ചിട്ടാണ് ഡോക്ടർ ഡൂം ഇങ്ങനെ ആയത്. ഡോക്ടർ ഡൂം ഇപ്പോൾ ഒരു വില്ലനായി. ഇവരെ ഒക്കെ നമുക്ക് കൊല്ലാൻ വേണ്ടിയാണ് ഡോക്ടർ ഡൂം ഈ യൂണിവേഴ്സിലോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി കഥകൾ ഇനി പിന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. നിങ്ങൾക്ക് ഇനിയും ഡോക്ടർ ഡൂമിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ പറ്റി ഇനി അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പം ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.